നമ്മൾ സംസാരിക്കുമ്പോൾ പറയാറില്ലേ ഓരോരുത്തർക്കും, ഓരോന്നിനും, ഓരോന്നും എന്നൊക്കെ. ഇതൊക്കെ ഒരു ഗ്രൂപ്പിലെ ഓരോ മെമ്പറിനെയും ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. അതല്ലെങ്കിൽ ഒരു വസ്തുക്കളുടെ ഒരു കൂട്ടം, തിങ്സ്, അവിടെ ഓരോന്നിനും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോരുത്തർക്കും എന്നൊക്കെ പറയുന്നതിന് ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ ഈച്ച് ആൻഡ് എവരി എന്നീ 2 വാക്കുകളുണ്ട്. ഈ 2 വാക്കുകളുടെയും മീനിങ് ഒന്ന് തന്നെയാണ്, ഓരോന്നും ഓരോരുത്തർക്കും എന്നൊക്കെ തന്നെയാണ്. പക്ഷേ ഇംഗ്ലീഷിലെ സെൻറ്റൻസിൽ ഈച്ച് അല്ലെങ്കിൽ എവരി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും എക്സാംസ് ഒക്കെ എഴുതുന്ന കുട്ടികൾക്ക് വളരെയധികം സഹായകമാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ്. ഈച്ച് എവിടെ ഉപയോഗിക്കും, എവരി എവിടെ ഉപയോഗിക്കും എന്ന അറിവ്. അത് കൃത്യമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അത് കറക്റ്റ് ആവുകയും ഇല്ല. അപ്പോൾ ഇന്നത്തെ ഈ ലെസൺ കുട്ടികൾക്ക്, എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു ലെസൺ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഈച്ച് ആൻഡ് എവരി അതെവിടെ ഉപയോഗിക്കണമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാവില്ല, അത് ഉറപ്പ്. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് കടക്കാം. ഈച്ച് ആൻഡ് എവരി. ഈച്ച് എന്നതും എവരി എന്നതും ഡിറ്റർമിനേഴ്സ് ആണ്. ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞാൽ നൗണിന് മുന്നിൽ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ആർട്ടിക്കിൾസ് എ ആൻഡ് ദ എന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ ദ ബോയ് എന്ന് പറയുമ്പോൾ ബോയ് എന്ന നൗണിന് മുന്നിൽ ഉപയോഗിച്ചിരിക്കുന്ന ദ ആ ഒരു ആർട്ടിക്കിൾ അത് ഒരു ഡിറ്റർമിനർ ആണ്. അതുപോലെ തന്നെ സം ബോയ്സ്, സം എന്നത് ഒരു ഡിറ്റർമിനറാണ്. എനി ഗേൾ, എനി എന്നത് ഡിറ്റർമിനറാണ്. അങ്ങനെ ഇംഗ്ലീഷിൽ ഡിറ്റർമിനർ എന്ന ഒരു വിഭാഗമുണ്ട്. ഈച്ച് ആൻഡ് എവരി അതിൽ പെടുന്നതാണ്. ഈച്ച് പിന്നെ നമുക്ക് പ്രോനൗണായിട്ടും ഉപയോഗിക്കാം. എവരി ഡിറ്റർമിനർ ആയി മാത്രമേ ഉപയോഗിക്കൂ. ഇന്നത്തെ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈച്ച് ആൻഡ് എവരി ഒരു ഡിറ്റർമിനറായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്താണ് വ്യത്യാസം എന്നാണ്, എങ്ങനെ ഉപയോഗിക്കും എന്നാണ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഈസ് റെഡി ടു ഗോ. ഓരോ സ്റ്റുഡൻസും എന്നാണ് അവിടെ മീനിങ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ്, സ്റ്റുഡൻസിൽ ഓരോരുത്തരും എന്നാണ്. അപ്പോൾ ഈച്ച് കഴിഞ്ഞിട്ട് ഓഫ് എന്ന് ഉപയോഗിച്ചു. പക്ഷേ എവരി ഓഫ് ദ സ്റ്റുഡൻസ് എന്നൊരിക്കലും പറയില്ല. ഇന്നത്തെ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈച്ച് ആൻഡ് എവരി ഒരു ഡിറ്റർമിനറായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്താണ് വ്യത്യാസം എന്നാണ്, എങ്ങനെ ഉപയോഗിക്കും എന്നാണ്. നമ്മൾ 2 ആളുകളെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ, 2. അങ്ങനെയെങ്കിൽ 2 മെമ്പേഴ്സേ ഉള്ളൂ എങ്കിൽ അവിടെ എവരി ഉപയോഗിക്കണോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. 2 ആണെങ്കിൽ ഈച്ച് തന്നെ ഉപയോഗിക്കുക. മോർ ദാൻ 2 ആണെങ്കിൽ, അതായത് 2ൽ കൂടുതലാണ് മെമ്പേഴ്സ് എങ്കിൽ നമുക്ക് ഈച്ച് ഉപയോഗിക്കാം, എവരി ഉപയോഗിക്കാം. 2ഉം ഉപയോഗിക്കാം. പക്ഷേ എല്ലായിടത്തും നമുക്ക് തോന്നിയതുപോലെ ഈച്ച് ആൻഡ് എവരി ഉപയോഗിക്കാൻ പാടില്ല. ചില സ്ഥലത്ത് ഈച്ച് ഉപയോഗിക്കണം, ചില സ്ഥലത്ത് എവരി ഉപയോഗിക്കണം. അത് എവിടെയാണ് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മോർ ദാൻ 2 ആണെങ്കിൽ നമ്മൾ അതിനെ ഒന്നുകൂടി ഒന്ന് ബൈഫർക്കേറ്റ് ചെയ്യുക. ആളുകളുടെ എണ്ണം വളരെ കുറവാണ്, നമുക്ക് കൃത്യമായ കണക്ക് ഉണ്ട്, ഡെഫിനിറ്റ് നമ്പറാണ്, നിശ്ചിതമായ നമ്പറാണ്, അവിടെ ഈച്ച് ആണ് ഉപയോഗിക്കേണ്ടത്. അതല്ല ഇൻഡെഫിനിറ്റ് നമ്പറാണ്, അൺലിമിറ്റഡ് നമ്പറാണ്, നമുക്കറിയില്ല, പിന്നെ അതുപോലെ അതൊരു ബിഗ് നമ്പറാണ് എങ്കിൽ എവരി ആണ് ഉപയോഗിക്കേണ്ടത്. ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ കൂടി വളരെ കൃത്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക. ഈച്ച് ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഒരു കമ്പൽഷൻ ഉണ്ടാകും. കമ്പൽഷൻ എന്ന് പറയുമ്പോൾ അത് കമ്പൽസറി ആയിരിക്കും, എല്ലാവർക്കും അത് ചെയ്യണം എന്ന് നിർബന്ധമാണ്. എവരി ഉപയോഗിക്കുമ്പോൾ നോ കമ്പൽഷൻ, അവിടെ അതിൻ്റെ ആവശ്യമില്ല, ചിലർക്ക് ചെയ്യാതിരിക്കാം, അങ്ങനെയാണ്. ഈച്ച് ഉപയോഗിക്കുമ്പോൾ നോ എക്സെപ്ഷൻ, അപവാദങ്ങൾ ഇല്ല, എല്ലാവരും ചെയ്യണം, ഓരോ മെമ്പേഴ്സും ചെയ്യണം. എവരി ആണെങ്കിൽ എക്സെപ്ഷൻ, അപവാദം ആകാം. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ആ വാക്കുകളൊക്കെ എന്താണ് എന്ന് നമുക്ക് എക്സാമ്പിളിൽ കൂടി മനസ്സിലാക്കാം. 2ൽ കൂടുതലാണ് മെമ്പേഴ്സ് എങ്കിൽ ഈച്ച് ഉപയോഗിക്കാം, എവരി ഉപയോഗിക്കാം എന്ന് പറഞ്ഞല്ലോ. അതിൽ ഡെഫിനിറ്റ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? വളരെ കൃത്യമായ നമ്പർ. ഇപ്പോൾ ഒരു ബെഞ്ചിലിരിക്കുന്ന ഗേൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ 4 or 5 കുട്ടികൾ ഉണ്ടാവും, അത് കൃത്യമായി നമുക്കറിയാം. പിന്നെ അതൊരു വലിയ നമ്പറൊന്നും അല്ല, അല്ലേ? അതാണ് ഡെഫിനിറ്റ് നമ്പർ. അതേസമയം ഇൻഡെഫിനിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് നിശ്ചയമില്ല. ഇപ്പോൾ ഒരു സ്കൂൾ കോമ്പൗണ്ടിൽ നിൽക്കുന്ന കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നുണ്ടാവും, ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടാവും, ഒരുപാട് കുട്ടികളുണ്ടാവും. അത് എത്രയാണ് കൃത്യം എന്ന് നമുക്കറിയില്ല, അല്ലേ? അത് ഇൻഡെഫിനിറ്റ് നമ്പറാണ്. പിന്നെ
ഇന്ത്യൻസ് എന്ന് പറഞ്ഞാലോ, ഇന്ത്യയിൽ എത്ര ആളുകളുണ്ട് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റൂ. അത് ഇൻഡെഫിനിറ്റ് നമ്പറാണ്. അവിടെ എവരി ആണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഒരു ബ്ലാങ്ക് സ്പേസ് ഇന്ത്യൻ ഈസ് ഓണസ്റ്റ് എന്ന് പറഞ്ഞാലോ, അവിടെ ഈച്ച് ആണോ എവരി ആണോ? ഇന്ത്യൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു കൃത്യമായ ഒരു കണക്കില്ല, അതൊരു വലിയ നമ്പറാണ്. അപ്പോൾ എവറി ഇന്ത്യൻ ഈസ് ഓണസ്റ്റ് എന്നാണ് പറയേണ്ടത്. കമ്പൽഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കണം. എവറി ഇന്ത്യൻ ഈസ് ഓണസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കമ്പൽഷൻ ഇല്ല. എല്ലാവരും ഓണസ്റ്റ് ആവുമോ? അതൊരു ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റാണ്, പൊതുവായിട്ട് നമ്മൾ പറയുന്നതാണ്. അല്ലാതെ അതിനകത്ത് ചില ആളുകൾ ഓണസ്റ്റ് ആവില്ല. അപ്പോൾ അത് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. എല്ലാവരും ഓണസ്റ്റ് ആകണമെന്നില്ല. എങ്കിലും നമുക്ക് പറയാം എവരി ഇന്ത്യൻ ഈസ് ഓണസ്റ്റ്. ഈച്ച് ഇന്ത്യൻ ഈസ് ഓണസ്റ്റ് എന്ന് പറയാൻ പാടില്ല. ഈച്ച് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ എല്ലാവരും അങ്ങനെ ആകണം. കമ്പൽഷൻ ഉണ്ട്. അതുപോലെ തന്നെ നോ എക്സെപ്ഷൻ എന്ന് പറഞ്ഞില്ലേ, അപവാദം ഇല്ല. ഈച്ചിൻ്റെ കാര്യത്തിൽ അപവാദം ഇല്ല. അപ്പോൾ എവരി ഇന്ത്യൻ ഈസ് ഓണസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ അപവാദം ആകാം. പല ആൾക്കാരും ഓണസ്റ്റ് അല്ലാത്തതായി ഉണ്ടാകാം. ഈച്ച് ഇന്ത്യൻ ഈസ് ഓണസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ആണ് എന്നായി. അപ്പോൾ അവിടെ ഇവർ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഈച്ച് ആണെങ്കിൽ ഓർമ്മിക്കുക, മോർ ദാൻ ടു, ഡെഫിനിറ്റ്, കമ്പൽഷൻ, നോ എക്സെപ്ഷൻ. എവരി ആണെങ്കിൽ ഇൻഡെഫിനിറ്റ് നമ്പർ, നോ കമ്പൽഷൻ, എക്സെപ്ഷൻസ് ആകാം. എവരി സ്റ്റുഡൻറ്റ് ഷുഡ് ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഓരോ കുട്ടികളും രാവിലെ നേരത്തെ എഴുന്നേൽക്കണമെന്ന് ടീച്ചർ ഒന്ന് അഡ്വൈസ് ചെയ്യുകയാണ്. എവരി സ്റ്റുഡൻറ്റ് ആണോ ഈച്ച് സ്റ്റുഡൻ്റ് ആണോ അവിടെ വേണ്ടത്? എവരി സ്റ്റുഡൻ്റ് ആണ് വേണ്ടത്. കാരണം ടീച്ചർ കുട്ടികളോട് പറയുന്നു, പക്ഷേ എല്ലാ കുട്ടികളും അതുപോലെ തന്നെ അനുസരിക്കണമെന്നുണ്ടോ? ചില കുട്ടികൾ അനുസരിക്കില്ല. ടീച്ചർ പറഞ്ഞു, ഞാൻ നേരത്തെ ഒന്നും എഴുന്നേൽക്കില്ല എന്ന ഒരു ആറ്റിറ്റ്യൂഡുള്ള കുട്ടികളുണ്ടാവില്ലേ? അപ്പോൾ എവരി സ്റ്റുഡൻറ്റ് ഷുഡ് ഗെറ്റ് അപ്പ് ഏർലി എന്നാണ് പറയേണ്ടത്, ഈച്ച് സ്റ്റുഡൻറ്റ് എന്നല്ല. അവിടെ കമ്പൽഷൻ ഇല്ല, എക്സെപ്ഷൻ ആകാം. ഒരു പൊതുവായിട്ടുള്ള ഒരു ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെൻ്റ് ആണത്. എവരി സ്റ്റുഡൻറ്റ് ഷുഡ് ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഇനി ഈച്ച് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കാർ ഹാസ് നമ്പർ പ്ലേറ്റ്. അവിടെ ഈച്ച് ആണോ? ബ്ലാങ്ക് സ്പേസ് കാർ ഹാസ് നമ്പർ പ്ലേറ്റ്. എവരി കാർ ആണോ ഈച്ച് കാർ ആണോ വേണ്ടത്? കാറിന് നമ്പർ പ്ലേറ്റ് ഉണ്ടാവുക എന്നത് കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അതിന് എക്സെപ്ഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ ഈച്ച് കാർ ഹാസ് നമ്പർ പ്ലേറ്റ്. എവരി കാർ എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ ചില കാറുകൾക്ക് നമ്പർ പ്ലേറ്റ് ഉണ്ടാകില്ല, എക്സെപ്ഷൻസ് ആകാമെന്നല്ലേ? അതുപോലെ കമ്പൽസറി അല്ല. അപ്പോൾ കമ്പൽസറി അല്ലാതെ അങ്ങനെ ഒരു റൂൾ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക? നമ്പർ പ്ലേറ്റ് ഉണ്ടാവുക എന്നത് കമ്പൽസറിയാണ്, അതിന് എക്സെപ്ഷൻസ് ഒന്നും ഇല്ല. എല്ലാ കാറുകൾക്കും നമ്പർ പ്ലേറ്റ് വേണം. ഈച്ച് കാർ ഹാസ് നമ്പർ പ്ലേറ്റ്. എക്സാം പേപ്പറിലൊക്കെ എഴുതി കണ്ടിട്ടില്ലേ, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് ഈക്വൽ മാർക്സ്. ഇപ്പോൾ 100 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആകാം, അതിലൊരു 10 ക്വസ്റ്റ്യനും ഉണ്ടെങ്കിൽ ഈച്ച് ക്വസ്റ്റ്യൻ മീൻസ് ഓരോ ക്വസ്റ്റ്യനും എത്രയാണ് മാർക്ക്? 10 മാർക്ക്. 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പോൾ 100 മാർക്ക്. അത് ഒരു 9 ക്വസ്റ്റ്യൻസ് ആണ്, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് ഈക്വൽ മാർക്ക് എന്ന് എഴുതി കഴിഞ്ഞാൽ അത് തെറ്റല്ലേ? അപ്പോൾ 100 മാർക്കുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് ഈക്വൽ മാർക്സ് എന്ന് പറഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യനും 10 മാർക്ക് ഉണ്ട്. അവിടെ എവരി ക്വസ്റ്റ്യൻ ആകാൻ പാടില്ല, ഈച്ച് ക്വസ്റ്റ്യൻ തന്നെ ആകണം. ബ്ലാങ്ക് സ്റ്റുഡൻറ്റ് ഹാസ് ടു ഫിൽ ദ എക്സാം ഫോം. ഓരോ കുട്ടിയും ഓരോ സ്റ്റുഡൻറ്റും എക്സാം ഫോം ഫില്ല് ചെയ്യണം എന്നാണ്. എവരി സ്റ്റുഡൻറ്റ് ഹാസ് ടു ഫിൽ ദ എക്സാം ഫോം ആണോ? ഈച്ച് സ്റ്റുഡൻറ്റ് ഹാസ് ടു ഫിൽ ദ എക്സാം ഫോം ആണോ? ഈച്ച് സ്റ്റുഡൻറ്റ് ആണ്. കാരണം അത് വളരെ കമ്പൽസറി ആയിട്ടുള്ളൊരു കാര്യമാണ്, കമ്പൽഷൻ ഉണ്ട് അവിടെ. ഇനി എക്സെപ്ഷൻസ് പാടില്ല. ഒരു കുട്ടി ഞാൻ എക്സാം ഫോം ഫില്ല് ചെയ്യുന്നില്ല എന്ന് കരുതാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്, അതിന് എക്സെപ്ഷൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈച്ച് സ്റ്റുഡൻറ്റ് എന്ന് തന്നെ വേണം, എവരി അല്ല. അപ്പോൾ ഈച്ച് എന്നാകുമ്പോൾ അവിടെ ഒരു ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു ഫോക്കസ് ഉണ്ട്.
എവരി ആവുമ്പോൾ അങ്ങനെ അല്ല. അവിടെ ഒരു കളക്റ്റീവ് ഫോക്കസാണ്. അതൊരു ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റാണ്, പൊതുവേ പറയുന്നതാണ്. അതിനകത്ത് എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ടാകും. ബ്ലാങ്ക് ടീച്ചർ ടീച്ചേഴ്സ് ഓണസ്റ്റ്ലി. ഓരോ ടീച്ചറും വളരെ ഓണസ്റ്റായിട്ട് സത്യസന്ധമായിട്ട് പഠിപ്പിക്കുന്നു. ഇവിടെ എവരി ആണോ ഈച്ച് ആണോ വേണ്ടത്? എവരി ടീച്ചർ. കാരണം എല്ലാ ടീച്ചേഴ്സും ഓണസ്റ്റ് ആവണമെന്നുണ്ടോ? ഓണസ്റ്റ് അല്ലാത്ത ടീച്ചേഴ്സും ഉണ്ടാകും. അപ്പോൾ എവരി ടീച്ചർ അതൊരു ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റാണ്. ബ്ലാങ്ക് സ്റ്റുഡൻറ്റ് ഈസ് വർക്കിംഗ് ഹാർഡ് ടു ഗെറ്റ് സെലക്ഷൻ. ഓരോ കുട്ടിയും വർക്ക് ചെയ്യുന്നു, സെലക്ഷൻ കിട്ടുന്നതിന് വേണ്ടി നന്നായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. അവിടെ എവരി സ്റ്റുഡൻ്റ് ആണോ ഈച്ച് സ്റ്റുഡൻ്റ് ആണോ? ഈച്ച് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും. അവിടെ ഒരു കമ്പൽഷൻ ഉണ്ട്, മാത്രമല്ല എക്സെപ്ഷൻസ് ഒന്നും പാടില്ല. പക്ഷേ ഓരോ കുട്ടികളും സെലക്ഷൻ കിട്ടുന്നതിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ പരിശ്രമിക്കണമെന്നുണ്ടോ? എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യണമെന്നില്ല, അതിന് എക്സെപ്ഷൻസ് ആകാം. അപ്പോൾ അതുകൊണ്ട് എവരി സ്റ്റുഡൻ്റാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് ആവശ്യത്തിനൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈച്ച് എവിടെ ഉപയോഗിക്കും, എവരി എവിടെ ഉപയോഗിക്കുമെന്ന് കൃത്യമായി മനസ്സിലായില്ലേ? ആ ചാർട്ട് ഒന്നുകൂടി മനസ്സിലാക്കുക. 2 ആളുകളെ ഉള്ളുവെങ്കിൽ ഈച്ച് മാത്രം ഉപയോഗിക്കാം, എവരി ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഈച്ച് ആണെങ്കിൽ ഒരു സ്മോൾ നമ്പർ ആയിരിക്കും, ഡെഫിനിറ്റ് നമ്പർ ആയിരിക്കും. എവരി ആണെങ്കിൽ ഇൻഡെഫിനിറ്റ് നമ്പറാണ്, ബിഗ് നമ്പറാണ്. പിന്നെ അവിടെ കമ്പൽഷൻ ഉണ്ട്. എവരി ആണെങ്കിൽ നോ കമ്പൽഷൻ. ഈച്ച് ആണെങ്കിൽ നോ എക്സെപ്ഷൻ. എവരി ആണെങ്കിൽ എക്സെപ്ഷൻസ് ആകാം. അപ്പോൾ ഇനി ഈച്ച് അതുപോലെ എവരി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാലോ ഒരു എക്സാം എഴുതുന്ന സമയത്തോ ഒക്കെ ഇനി തെറ്റിക്കാൻ പാടില്ല. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഈച്ച് ആൻഡ് എവരി ഉപയോഗിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു നൗൺ ആണ് വരുന്നത്. ഇത് ഡിറ്റർമിനറായിട്ട് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് എന്നാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈച്ച് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു സിംഗുലർ നൗൺ തന്നെ ആയിരിക്കണം. എവരി കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ. ഫോർ എക്സാമ്പിൾ, ഈച്ച് ബോയ്, ഈച്ച് ഗേൾ, ഈച്ച് സ്റ്റുഡൻറ്റ്, ഈച്ച് ടീച്ചർ. അവിടെ സിംഗുലർ ആയിട്ടുള്ള നൗൺ തന്നെ ഉപയോഗിക്കണം. അത് കഴിഞ്ഞിട്ട് ആ നൗൺ സിംഗുലർ ആയതുകൊണ്ട് തന്നെ പിന്നീട് വരുന്നത് ഒരു സിംഗുലർ വേർബും ആവണം, ആ നൗണിനോട് മാച്ച് ചെയ്തുകൊണ്ട്. ഫോർ എക്സാമ്പിൾ, ഈച്ച് സ്റ്റുഡൻറ്റ് ഹാസ്, ഈച്ച് സ്റ്റുഡൻറ്റ് ഈസ്, ഈച്ച് സ്റ്റുഡൻറ്റ് വർക്ക്സ്. അങ്ങനെ ഉപയോഗിക്കണം. അല്ലാതെ ഈച്ച് സ്റ്റുഡൻറ്റ് ഹാവ് എന്ന് ഉപയോഗിക്കാൻ പാടില്ല, ഈച്ച് സ്റ്റുഡൻറ്റ് വർക്ക് എന്ന് ഉപയോഗിക്കാൻ പാടില്ല, ഈച്ച് സ്റ്റുഡൻറ്റ് ആർ എന്ന് ഉപയോഗിക്കാനും പാടില്ല. അപ്പോൾ ഈച്ച് കഴിഞ്ഞ് സിംഗുലർ നൗൺ പ്ലസ് സിംഗുലർ വേർബ്. ഇതുപോലെ തന്നെയാണ് എവരി ഉപയോഗിക്കുമ്പോഴും. എവരി കഴിഞ്ഞിട്ടും സിംഗുലർ നൗൺ പ്ലസ് സിംഗുലർ വേർബ് തന്നെ. എവരി ബോയ് ഈസ്, എവരി ബോയ് ഹാസ്, എവരി ബോയ് വർക്ക്സ്. അങ്ങനെ സിംഗുലർ ആയിട്ട് തന്നെ സിംഗുലർ വേർബും സിംഗുലർ നൗണും ഉപയോഗിക്കുക, അതും ശ്രദ്ധിക്കുക. ഇനി ഈ ഈച്ച് ആൻഡ് എവരി അതിൻ്റെ കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാവില്ല എന്ന് കരുതുന്നു. താങ്ക് യു.